നിങ്ങൾ കേൾക്കുന്നത് മെലുഹയിലെ ചിരഞ്ജീവികൾ നോവൽ. പുസ്തകമൊന്ന്. ശിവപുരാണം. രചിച്ചത് അമീഷ്. വിവർത്തനം രാജൻ തുവ്വാര. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2020. അമീഷ് ത്രിപാഠി കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അമീഷ് എഴുത്തിലേക്ക് കടന്നുവരുന്നത്. മെലുഹയിലെ ചിരഞ്ജീവികളാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ കൃതി. മെലുഹ വൻ വിജയമായതോടെ ബാങ്കിംഗ് ജോലി ഉപേക്ഷിച്ച് അമീഷ് മുഴുവൻ സമയ എഴുത്തുകാരനായി. നാഗന്മാരുടെ രഹസ്യം, വായുപുത്രന്മാരുടെ പ്രതിജ്ഞ എന്നീ 2 തുടർകൃതികൾ കൂടി അദ്ദേഹം എഴുതി. ആ കൃതികളും വൻ വിജയമായി. ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്നു. ഭാര്യ പ്രീതി, മകൻ നീൽ. രാജൻ തുവ്വാര തൃശൂർ ജില്ലയിലെ എളവള്ളിയിൽ ഏപ്പുറത്ത് മനക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെയും തുവ്വാര കാർത്തിയായനി അമ്മയുടെയും മകനായി ജനിച്ചു. കൊമേഴ്സ്, ജേർണലിസം, ട്രാൻസ്ലേഷൻ എന്നിവയിൽ ബിരുദാനന്തര യോഗ്യതകൾ. ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥൻ. 30ഓളം കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പരിഭാഷയ്ക്കുള്ള EK ദിവാകരൻ പോറ്റി പുരസ്കാരം നേടിയിട്ടുണ്ട്. ഭാര്യ ഗംഗാദേവി, മകൾ ആര്യലക്ഷ്മി. അവൻ വന്നുകഴിഞ്ഞു. ക്രിസ്തുവിന് മുൻപ് 1900. മാനസ സരോവർ തടാകം, ടിബറ്റിലെ കൈലാസപർവ്വതത്തിന്റെ അടിവാരം. ശിവൻ ചെങ്കല്ലിന്റെ നിറമുള്ള ആകാശത്തേക്ക് നോക്കി. മാനസ സരോവരത്തിനു മീതെ തങ്ങി നിന്നിരുന്ന മേഘങ്ങൾ അസ്തമയ സൂര്യന് ഒരിക്കൽ കൂടി വഴിമാറിക്കൊടുത്തു. തേജസ്വിയായ ആ ജീവദായകൻ ഒരിക്കൽ കൂടി വിശ്രമിക്കാനൊരുങ്ങുകയായിരുന്നു. തന്റെ 21 വർഷത്തെ ജീവിതത്തിനിടയിൽ ശിവൻ കുറച്ച് സൂര്യോദയങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ സൂര്യോദയങ്ങളോ? ഒരിക്കൽ പോലും അത് കാണാനുള്ള അവസരം അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. മറ്റേത് ദിവസമായിരുന്നുവെങ്കിലും അവനതിൽ മുഴുകിപ്പോകുമായിരുന്നു. കണ്ണെത്താദൂരം പരന്നുകിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ വിസ്മയകരമായ പശ്ചാത്തലത്തിൽ സൂര്യനും വിശാലമായ തടാകവും ചേർന്ന ആ ദൃശ്യം. പക്ഷേ ഇന്നത്തെ ദിവസം അത് സാധ്യമല്ല. തടാകത്തിനകത്തേക്ക് തള്ളി നിൽക്കുന്ന ഇടുങ്ങിയ പാറക്കെട്ടിനു മുകളിൽ കല്ലുപോലെയുള്ള പേശി സമൃദ്ധമായ തന്റെ ശരീരം സ്ഥാപിക്കുമാറ് അവൻ ചമ്രം പടിഞ്ഞിരുന്നു. ജലോപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ച പ്രകാശത്തിൽ അവന്റെ ശരീരത്തിലെ എണ്ണമറ്റ മുറിപ്പാടുകൾ തിളങ്ങി. നിയന്ത്രണങ്ങളില്ലാതിരുന്ന തന്റെ ബാല്യകാല ദിനങ്ങളെക്കുറിച്ച് ശിവന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. തടാകത്തിലെ ജലോപരിതലത്തിലൂടെ വെള്ളാരം കല്ലുകൾ തെന്നിച്ചെറിയുന്ന കലയിൽ വിദഗ്ധനായിരുന്നു അവൻ. തന്റെ വർഗക്കാരിൽ അക്കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനത്തിന്റെ ഉടമ അവൻ തന്നെയായിരുന്നു. ഒരൊറ്റ ഏറിന് 17 ചാട്ടങ്ങൾ. ഒരു സാധാരണ ദിവസമായിരുന്നുവെങ്കിൽ അരക്ഷിതമായ വർത്തമാനകാലത്തെ പിന്തള്ളിവരുന്ന ആ ഉന്മേഷദായകമായ ഭൂതകാല ദിനങ്ങളെക്കുറിച്ചോർക്കുമ്പോൾ അവൻ മന്ദഹസിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് സന്തോഷത്തിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ അവൻ തന്റെ ഗ്രാമത്തിന് പുറംതിരിഞ്ഞു നിന്നു. മുഖ്യപ്രവേശന കവാടത്തിന് കാവൽ നിന്നിരുന്ന ഭദ്രൻ ജാഗരൂകനായിരുന്നു. ശിവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം തൊടുത്തു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സഹായികളായി നിർത്തിയിരുന്ന 2 ഭടന്മാർ വേലിയിൽ ചാരി ഉറങ്ങുകയായിരുന്നു. അയാൾ അവരെ ശകാരിക്കുകയും ഊക്കോടെ ചവിട്ടുകയും ചെയ്തു. ശിവൻ തടാകത്തിനു നേരെ തിരിഞ്ഞു. ഭദ്രനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവനെങ്കിലും അല്പം ഉത്തരവാദിത്വമുണ്ടല്ലോ. ശിവൻ യാക്കിന്റെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ ചില്ലം തന്റെ ചുണ്ടിൽ തിരികെ ഒന്നാഞ്ഞു വലിച്ചു. മറ്റേതെങ്കിലും ദിവസമായിരുന്നുവെങ്കിൽ കഞ്ചാവ് അതിന്റെ കലവറയില്ലാത്ത ഉദാരത പരത്തി അസ്വസ്ഥമായ മനസ്സിനെ തണുപ്പിച്ച് ശാന്തിയുടെ നിമിഷങ്ങൾ അവന് നൽകുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെ ഉണ്ടാവില്ല. അപരിചിതനായ ആ വിദേശികൾക്കൊപ്പമുള്ള സൈനികരെ കാവലിൽ പാർപ്പിച്ചിരുന്ന ഇടതുവശത്തെ തടാകതീരത്തേക്ക് അവൻ നോക്കി.
Sample complete. Ready to continue?